പഠിക്കാതെ പോകരുത്. ഈ ഒരു തമ്പ് കണ്ടിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് അല്ലേ? യെസ് മക്കളെ, പറഞ്ഞ പോലെ തന്നെ DBMS എന്ന് പറഞ്ഞാൽ അത്രയും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ ചില ടോപ്പിക്സ് കുറച്ച് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്, അതായത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം മിസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കാതെ എക്സാമിന് പോകരുത്. ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫൈൻ ദ ടേം ഡാറ്റ ഇൻഡിപെൻഡൻസ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്നും ഡാറ്റ ഇൻഡിപെൻഡൻസിൻ്റെ പല ലെവലുകൾ ഏതാണ് എന്നുള്ളതും നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, യെസ്. അപ്പോൾ എന്താ മക്കളെ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കീമ അല്ലെ, സ്ട്രക്ചർ നമുക്ക് ഒരു ലെവലിന് മറ്റൊരു ലെവൽ, നമുക്ക് 3 ലെവൽസ് ആയിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ ഒരു ലെവലിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ നടത്തുകയാണ് വിത്തൗട്ട് എഫക്റ്റിംഗ് ഹയർ ലെവൽ. ഹയർ ലെവലിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ലെവലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, മോഡിഫിക്കേഷൻസ് നടത്താനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് വൺ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ. ഓക്കെ, അപ്പോൾ ഇത് 2 ലെവലുകളായിട്ട് നമുക്ക് പറയാം. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ ലെവലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയാണ്, എന്താണ്, പക്ഷേ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ കോൺസെപ്ച്വൽ ലെവൽ. അതിൻ്റെ മുകളിലുള്ള കോൺസെപ്ച്വൽ ലെവലിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കൽ ലെവലിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം, മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ് വിത്തൗട്ട് എഫക്റ്റിംഗ് എക്സ്റ്റേണൽ ലെവൽ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, യെസ്. അതുപോലെ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ essay പോർഷനിലൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് DBMS? ഡിഫൈൻ DBMS. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, DBMSന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡാറ്റാ ബേസുകളുടെ സ്റ്റോറേജും റിട്രീവലും മാനേജ്മെന്റും ഒക്കെ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DBMS എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം എന്താണ്? ഡാറ്റ റിഡൻഡൻസി കുറക്കുന്നുണ്ട് അല്ലെ? റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഡ്യൂപ്ലിക്കേഷൻ അതായത് ഒരേ ഡാറ്റ 2 തവണ വരുന്നത് അല്ലെ? അപ്പൊ ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നത് ആരാണ്? നമ്മുടെ DBMS കാരനാണ്. ഓക്കെ, അതുപോലെ ഡാറ്റ കൺസിസ്റ്റൻസി, റിഡൻഡൻസി കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആകും. അതേപോലെ എഫിഷ്യന്റ് ഡാറ്റ ആക്സസ് ആണ്, ഡാറ്റ ഇന്റഗ്രിറ്റി, ഡാറ്റ സെക്യൂർ ആണ്, ഷെയറിംഗ് ഓഫ് ഡാറ്റ, എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ക്രാഷ് റിക്കവറി. ഇത്രയുമാണ് നമ്മുടെ DBMSന്റെ അഡ്വാൻറ്റേജസ് ഓവർ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കുക. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഇൻ DBMS. ഡാറ്റ അബ്സ്ട്രാക്ഷൻ പഠിക്കാതെ മിസ്സിന്റെ കുട്ടികൾ ഒരിക്കലും എക്സാമിന് പോകരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഓക്കെ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല അല്ലെ? അത് ഹൈഡ് ചെയ്യണം. അപ്പം ദ പ്രോസസ് ഓഫ് ഹൈഡിങ് ഇറെലവന്റ് ഡീറ്റെയിൽസ് ഫ്രം യൂസറിൽ നിന്ന് ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതും ഇതുപോലെ തന്നെ 3 ലെവലായിട്ടാണ്. ഫിസിക്കൽ ലെവലുണ്ട്, ലോജിക്കൽ ലെവലുണ്ട്, വ്യൂ ലെവലുണ്ട്. അപ്പോൾ ഓരോ ലെവലിലും എന്താണുള്ളതെന്ന് പഠിക്കുക. ഫിസിക്കൽ ലെവൽ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. അതിൽ ഹൗ ഡാറ്റ ഈ സ്റ്റോർഡ്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതായിരിക്കും ആ ലെവലിൽ ഉണ്ടാവുക. ഇനി ലോജിക്കൽ ലെവലാണെങ്കിലോ വാട്ട് ഡാറ്റ ഈ സ്റ്റോർഡ്, എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതായിരിക്കും ഉണ്ടാവുക. ഇനി വ്യൂ ലെവലാണ് ഹയസ്റ്റ് ലെവൽ, അതായത് യൂസേഴ്സിന് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ലെവൽ. അത് 1 മാർക്ക് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ആ ഒരു ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ വ്യൂ ലെവലാണ് കേട്ടോ. യൂസറിന് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ലെവലാണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ മിസ് പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അപ്പം ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ലൈവിൽ നമ്മുടെ മാരത്തോൺ ഒക്കെ നടക്കുന്നുണ്ടാകും. അപ്പോൾ ആ ടൈമിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളുടെയും ലൈവ് നടക്കുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് സമയത്ത് നിങ്ങൾ വന്നിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെറ്റാണ്. നമ്മൾ അതിൽ നിങ്ങളെല്ലാം പറഞ്ഞു തന്നു, ടോപ്പിക്സും നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസും എല്ലാം പറഞ്ഞു തന്ന് ഫുൾ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ എക്സാമിന് വിടുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം. അത് തന്നെ എയിം ചെയ്തുകൊണ്ട് പഠിക്കാം. ഓക്കെ മക്കളെ, യെസ്. അപ്പോൾ